അതിൽ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് രാവിലെ വർക്കൊന്നുമില്ല. നമുക്ക് വൈകിട്ട് ഇന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ലോഡ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പോഴേ ഇനി പരിപാടികളൊക്കെ ഉള്ളൂ കിട്ടും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായ കുടിക്കാൻ പോകാമെന്ന് കരുതിയിട്ട് നമ്മളുടെ ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ട് ഇതാരും അങ്ങനെ എടുക്കാറൊന്നുമില്ല. വല്ലപ്പോൾ ആരെങ്കിലും ഓൺ ചെയ്യുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഇത് വീണ്ടും ഓണാക്കുന്നത്. ഞാൻ ചായ കുടിക്കാൻ പോകുമ്പോൾ മാത്രമേ എടുക്കുന്നത്, നല്ലത് വേറെ ആരെയും വണ്ടിയൊന്നും. ഇങ്ങനെ ചായ കുടിക്കാൻ കടയിലെത്തി ചായയും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാട്ടോ നമ്മളുടെ അടുത്തേക്ക് ഈ പകുതി വാലുള്ള ഈ പൂച്ച വന്നത്. അത് നമ്മുടെ അടുത്ത് ചുമ്മാ സ്നേഹം കാണിക്കാൻ വരട്ടെ, നമ്മൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യണമെന്നൊന്നുമില്ല, ചുമ്മാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ചായയും കിട്ടി, ചായയും കുടിച്ച് നമ്മൾ നേരെ നമ്മളുടെ റൂമിൽ പോയിട്ടാ. കുറച്ച് നേരമൊക്കെ നമ്മളവിടെ തിരിഞ്ഞു പറഞ്ഞ് നടന്നിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടാ. പിന്നെ നമ്മൾ ഉച്ചയ്ക്കാണ് എണീക്കുന്നത് കേട്ടോ. വൈകിട്ടായപ്പോഴത്തേനും നമ്മുടെ ലോഡായിട്ടാണ്. നമ്മളതൊക്കെ കുറച്ച് കയറൊക്കെ ഇട്ട് കെട്ടിക്കൂട്ടി നമ്മളെ സ്കൂട്ടി എടുത്ത് നേരെ നമ്മൾ പോയി ഒരു ബിരിയാണിയും വാങ്ങിച്ചുകൊണ്ട് വന്ന് ബിരിയാണിയും കഴിച്ച് നേരെ പോയി കയറി കിടന്ന് ഉറങ്ങിയിട്ടാ. നമ്മൾ ഒരു പുലർച്ചെ 5 മണി 5:30 ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എറണാകുളത്തെ തിരക്കിൽ പെടാതെ നേരെ നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് കഴിച്ചിലാവാം.